നിങ്ങൾ അനുഭവിച്ചു പോന്നിരിക്കുന്നതാകുന്ന ഒരു ദിനത്തിൻ്റെ ഫലമാണ് അല്ലേ ഇന്നത്തെ ദിവസം ഞാനിങ്ങനെ കുളിർമയോട് അനുഭവിച്ചത് അല്ലേ. ആയതുകൊണ്ട് എൻ്റെതാകുന്ന കൊള്ളി കൂട്ടുന്ന സമയത്തെങ്കിൽ ഏതാനും വിഷമതകൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ഏവർക്കും? ദൈവാധീനം വന്നിരിക്കുന്ന എണ്ണത്തിനകത്ത് അല്ലേ ഒരു രോമത്തിന് പോലും വാട്ടം വരുത്താണ്ട് ഈ നിമിഷം വരെ ആ മനതാരിങ്കൽ പൂജിച്ചു വച്ചിരിക്കുന്നതാകുന്ന ആ വിശ്വംഭരൻ നിങ്ങൾക്ക് തണലായിട്ടുണ്ട് അല്ലേ. എന്തെങ്കിലും പേരുദോഷം കേൾക്കട്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ. ആയതുകൊണ്ട് നിങ്ങൾ ചെയ്തു പോന്നിരിക്കുന്നതാകുന്ന ദേഹപ്രയത്തിൻ്റെ ഫലമാണ് എൻ്റെ മഹാലോകരും ഏവരും അല്ലേ കൺ കുളിർക്കെ മനം കുളിർക്കെ കണ്ടുപോകുന്നത് അല്ലേ. അത് എന്ന് ചെയ്തിരിക്കുന്നതാകുന്ന സുഹൃതത്തിൻ്റെ ഫലമാണ് എൻ്റെ ഭൂമിപുത്രന്മാരെ. അങ്ങനെ ഇരിക്കുന്നതായ കർമ്മം ചെയ്യുവാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാകുന്ന മർത്യജന്മം തന്നെ വേണ്ടി വന്നു അല്ലേ. ഈ ധരണിയിൽ നിന്നിട്ട് ഇനി എന്നാണ് ഇങ്ങനെ ഒരു മഹാഭാഗ്യം ഞങ്ങൾ എന്നിരിക്കുന്നതായ ജീവിത വഴിക്കുണ്ടാവുക എന്ന് പറഞ്ഞറിയിച്ചുകൂടാൻ സാധ്യമല്ല അല്ലേ. എന്നിരുന്നാലും ചെയ്തിരിക്കുന്നതാകുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങളെന്നിരിക്കുന്നതാകുന്ന ഭവനത്തിനകത്ത് എന്നും ഭഗവാൻ എന്നിരിക്കുന്നൊരു കുളിർമ ഉണ്ടാവും കേട്ടോ. എന്നും മനതാരെങ്കിലും ധ്യാനിച്ചോളൂ. എൻ്റെ വിശ്വംഭരമൊട്ടിയെ എന്നും ഒരു തണലായിട്ട് അന്ന് മന്ദരപർവ്വതത്തെ കുടയാക്കി ചൂടിയ ഭഗവാൻ ഞങ്ങളെന്നിരിക്കുന്ന ജീവിതത്തിനും ഒരു തണലായിട്ട് ഒരു കുടയായിട്ട് വേണം എന്ന് ഏവരും പ്രാർത്ഥിച്ചോളൂ.